ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തോട്ട് ആറ്റുകാല് പൊങ്കാല ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇനി അവിടെ ചെന്നിട്ട് ഓരോന്ന് അന്വേഷിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നാലും കിട്ടും. എന്നാലും സമയം അത്രയും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇവിടെ നിന്ന് തന്നെ പർച്ചേസിങ് കഴിഞ്ഞ് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരു ഓട്ടോ പിടിച്ചിട്ട് പാത്രക്കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ കലം മൂടാനുള്ള പ്ലേറ്റും പിന്നെ ഇളക്കാനുള്ള തവിയൊക്കെ വാങ്ങാനായിട്ട് പൊങ്കാലയ്ക്കുള്ള കലം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കലമൊക്കെ സെറ്റായി കിട്ടി. അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. എല്ലാം പാക്ക് ചെയ്ത് തയ്യാറാക്കി വെക്കുകയാണ്. ഈ ഡ്രസ്സ് കഴിഞ്ഞ ഓണത്തിന് എൻ്റെ കസിൻ ചേച്ചി വാങ്ങി തന്നെയാണ്. എൻ്റെ സ്വന്തം ചേച്ചി പോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ അനിയത്തിയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ചേച്ചി ഓണത്തിന് എടുത്തു തന്നതാണ്. ഇത് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നല്ല രസമുണ്ട് കാണാൻ. യെല്ലോ കളർ കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ തന്ന സമ്മാനമാണ് കേട്ടോ. അപ്പോൾ ഞാനും സുനിയേട്ടനും കൂടി കുറേ നാളെ ചേച്ചിയുടെ കാണണം, ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പെട്ടെന്ന് പോയതാണ്. ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ദിവസം മുമ്പേ പോയതായിരുന്നു കേട്ടോ. അവിടെ ചെന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഡ്രസ്സ് അപ്പോൾ കുറച്ച് വലുതായിരുന്നു, ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ പൊങ്കാലയ്ക്ക് ഇട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീഡിയോ അമ്മേനെ കൊണ്ട് എടുപ്പിക്കുകയായിരുന്നു കേട്ടോ. കൂടെ പിറക്കാത്ത കൂടപ്പിറപ്പങ്ങളുടെ കയ്യിൽ നിന്ന് സ്നേഹസമ്മാനം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കിട്ടുന്നത് വലിയ സന്തോഷമാണ്, വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങി തരുന്നതൊക്കെ പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോൾ. എൻ്റെ കൂടപ്പിറപ്പങ്ങളായ 2 ചേച്ചിമാരും ഈ സ്നേഹസമ്മാനം തന്നതിൽ താങ്ക്സ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ വണ്ടിയൊക്കെ പോകാനുള്ളത് വന്നു കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരുന്നു. ഏകദേശം കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ രാത്രിയുള്ള ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കി നിർത്തി. ഞങ്ങൾ അവിടെ എത്തിയിട്ട് റൂമിൽ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആറ്റുകാല അമ്പലത്തിൽ പോയി തൊഴുതു. നല്ലപോലെ ദേവീനെ തൊഴുതു, ദർശനമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ കൂടെയുള്ള ചേച്ചിമാരെയും വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് പോയത്. ചേച്ചിമാരൊക്കെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് റൂമിലോട്ട് പോയിട്ടോ. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ചായ കുടിക്കാനായിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ റൂം എടുത്ത സ്ഥലത്ത് അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ദേവീനെ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ചായ കുടിക്കാൻ പോയി വന്ന വഴിയിൽ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. അങ്ങനെ രാത്രിത്തെ ഫുഡും ഞങ്ങൾ പാർസലൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരികയായിരുന്നു. അപ്പം അമ്മയുടെ കയ്യിൽ വാങ്ങിച്ച പാർസലാണ് കേട്ടോ ഫുഡിൻ്റെ. പൊങ്കാല ഇടാനുള്ള ചൂട്ടും പൊതമ്പൊക്കെ കൊണ്ടുവന്നത് ഒതുക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, നീക്കി. അങ്ങനെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പൊങ്കാല ഇടുന്നത്. അപ്പോൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാത്രിയുള്ള ഭക്ഷണം ദോശയായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ദോശയും സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ പൊങ്കാല ഇടുന്നത്. ഓക്കെ.